ഈ വിഷയത്തെക്കുറിച്ച് അവിടെ ആരോപണം നടത്തുമ്പോ പ്രവാചകൻ ആരോടും മിണ്ടുന്നില്ല. കാരണം മുത്തുനബിയുടെ ഭാര്യയാണ്. പ്രവാചകന് പള്ളിയിൽ പോകും, നമസ്കരിക്കും, ഒരാളോടും മിണ്ടുന്നില്ല. മുത്തുനബി നേരെ വീടിന്റെ അകത്ത് വന്ന് കയറിയിരിക്കുകയാണ്. പ്രവാചകൻ തന്റെ വീടിന്റെ അകത്ത് വന്ന് ഇരുത്തമാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീടിന്റെ അകത്ത് നമസ്കാരം കഴിഞ്ഞ് വന്നിരിക്കുമ്പോ പ്രവാചകന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നിയ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. അഫ്സണെന്ന് സലാം പറഞ്ഞു, അവിടെന്ന് സലാം പറഞ്ഞു. വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, ഉമറേ, എല്ലാവരും ആയിഷയെ കുറിച്ചാണ് പറയുന്നത്, ആയിഷ ബീബി തെറ്റുകാരിയാണെന്ന് എല്ലാവരും പറയുന്നു. ഉമറേ, നിന്റെ അഭിപ്രായം എന്താണ് ഉമറേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുകയാ, നിന്റെ അഭിപ്രായം എന്താണ് ഉമറേ? ആയിഷ അങ്ങനെ ചെയ്യുമോ? ആയിഷ എങ്ങനെ ചെയ്യുമോ? യാ റസൂലല്ലാഹ്, ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല നബിയേ. ലോകത്തിന് ആരൊക്കെ പറഞ്ഞാലും അങ്ങയുടെ ഭാര്യയായ ആയിഷ ബീബി തെറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല നബിയേ. അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്തേ ഉമറേ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരല്ലേ? എല്ലാവരും ആയിഷയ്ക്ക് എതിരല്ലേ? പിന്നെ നീ മാത്രം ഇങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, നബിയേ, എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കുമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ആയിഷ ബീവി അങ്ങനെ ചെയ്യില്ല, ആയിഷ ബീവി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കാരണം തെളിവുകളൊക്കെ എതിരല്ലേ ഉമറെ, പിന്നെന്താ ഇങ്ങനെ പറയണേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞതെന്നറിയോ? ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കും, നിങ്ങളുടെ ശരീരത്തിൽ ഇതുവരെ ഈച്ച വന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ നബിയേ. അങ്ങയുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ, ഈച്ച ശുദ്ധിയുള്ള സ്ഥലത്തും നജസുള്ള സ്ഥലത്തും പോയിരിക്കുന്നതാണ്. ഈച്ച എന്ന് പറയുന്ന പ്രാണി ഉണ്ടല്ലോ, അത് നല്ല സ്ഥലത്തും മോശമായ സ്ഥലങ്ങളിലും പോയിരിക്കാറുണ്ട്. അങ്ങനെ മോശമായ സ്ഥലത്ത് പോയിരിക്കുന്ന, നജസിൽ പോയിരിക്കുന്ന ഈച്ച എന്റെ ശരീരത്ത് വന്നിരിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല ഉമറേ. അതുകൊണ്ട് എന്റെ ശരീരത്തിൽ ഈച്ച ഇരിക്കാറില്ല. അല്ലാഹു ഈച്ചയെ തടഞ്ഞിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നജസിൽ പോയിരിക്കുന്ന ഈച്ച പോലും മുത്തുനബിയുടെ ശരീരത്തിൽ വന്നിരിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈച്ചയോട് അല്ലാഹു നിരോധനം കൊടുത്തു, മുത്തുനബിയുടെ ശരീരത്തിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെ അല്ലാഹു ഈച്ചയെ പോലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ യാ റസൂലല്ലാഹ്, പിന്നെ അങ്ങക്ക് അല്ലാഹു തന്ന ഭാര്യ എങ്ങനെയാ മോശക്കാരിയാകുന്നത്? ഒരു ഈച്ച ഇരിക്കുന്നത് പോലും, നജസിൽപ്പെട്ട ഒരു ഈച്ച അങ്ങയുടെ ശരീരത്തിരിക്കുന്നത് പോലും അല്ലാഹു തടഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു അങ്ങക്ക് തന്ന ഭാര്യ വ്യഭിചരിക്കുമോ നബിയേ? തെറ്റ് ചെയ്യുമോ നബിയേ? അതുകൊണ്ട് ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കില്ല നബിയേ. അല്ലാഹു അങ്ങയെ ശുദ്ധിയാക്കിയിരിക്കുകയാണ്. ഒരു ഈച്ച പോലും അങ്ങയുടെ ശരീരത്തിൽ ഇരിക്കാറില്ല. പിന്നെ ഈ നാട്ടുകാര് ആയിഷ ബീബി പാപം ചെയ്തെന്ന് പറഞ്ഞ ഒരിക്കലും ഈ ഉമർ വിശ്വസിക്കില്ല നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പോവുകയാ. റസൂലുള്ളാഹിക്ക് സമാധാനമായി, മുത്തുനബിക്ക് സമാധാനമായി. ആരാ വരുന്നത്? രണ്ടാമത് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒരാളോടും പ്രവാചകന് മിണ്ടുന്നില്ല. മുത്തുനബിക്ക് വല്ലാത്ത വിഷമമാണ്. വീടിന്റെ
വീടിന്റെ അകത്തിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ കടന്നു വന്നു. അവിടങ്ങ് സലാം പറഞ്ഞു. അള്ളാന്റെ റസൂല് ചോദിക്കുന്ന ഉസ്മാനേ, നബിയുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തല്ലോ, ആ മരുമകനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാന്റെ റസൂല് ചോദിക്കുന്ന ഉസ്മാൻ, എല്ലാവരും ആയിഷയ്ക്ക് എതിരാണ്, തെളിവുകളും എതിരാണ്, നിന്റെ അഭിപ്രായം എന്താണ് ഉസ്മാൻ? എന്റെ ആയിഷയെ കുറിച്ച് നിനക്ക് എന്തേ പറയാനുള്ളത്? യാ റസൂലല്ലാഹ്, ഒരിക്കലും ആയിഷ എങ്ങനെ ചെയ്യില്ല നബിയേ, ആയിഷ ബീവി തെറ്റ് ചെയ്യില്ല. അള്ളാന്റെ റസൂല് ചോദിച്ചു, കാരണമെന്തേ? സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, കാരണമെന്തേ? മഹദിയായ ആയിഷ ബീവി അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാനുള്ള കാരണമെന്താ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അള്ളാന്റെ ഖുർആനിലെ ആയത്താണ്, അള്ളാന്റെ ഖുർആനിലെ ആയത്താണ്. വ്യഭിചാരമെന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. എന്നിട്ട് ഉസ്മാൻ തങ്ങൾ പറയുകയാ, അള്ളാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? വ്യഭിചരിക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വസാഅ സബീലാ, ആ കുടുംബം നിലവാരമില്ലാത്ത കുടുംബമാണെന്നാ ഖുർആൻ പറഞ്ഞത്. ക്വാളിറ്റി കുറഞ്ഞ കുടുംബമാണ്. വ്യഭിചരിക്കുന്ന ഒരു കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തിന്റെ ക്വാളിറ്റി കുറവാണെന്ന് അള്ളയാ പറഞ്ഞത്. വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അത് ക്വാളിറ്റി ഇല്ലാത്ത കുടുംബത്തിൽ പിറന്നവരെ അങ്ങനെ ചെയ്യൂ. അള്ളാഹുവിന്റെ റസൂലിനോട് ഉസ്മാൻ തങ്ങളെ ചോദിക്കുന്നു, നബിയേ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത പെണ്ണിനെ അള്ളാഹു നിങ്ങൾക്ക് ഭാര്യയാക്കി തരുമോ? ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാരാ? അള്ളയല്ലേ നബിയെ പറഞ്ഞത്? അങ്ങ് തോന്നിയിട്ട് കെട്ടിയതല്ലല്ലോ, അബൂബക്കർ തങ്ങളെ കെട്ടിച്ചതെന്നതല്ലല്ലോ. അതാ 7 ആകാശം കടന്ന് അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞതെന്നതല്ലേ? ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ അള്ളാഹുവല്ലേ പറഞ്ഞത്? അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു പെണ്ണ് ഇങ്ങനത്തെ തെറ്റ് ചെയ്യുവോ നബിയേ? ഇങ്ങനത്തെ പാപം ചെയ്യുവോ നബിയേ? അതുകൊണ്ട് വസാഅ സബീലാ, ക്വാളിറ്റി ഇല്ലാത്ത കുടുംബത്തിലെ പെണ്ണല്ല ആയിഷ. അള്ളാഹു നിങ്ങൾക്ക് തന്ന പെണ്ണ് ഒരിക്കലും തെറ്റ് ചെയ്യില്ല നബിയേ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഒന്നാമത് വന്ന സഹാബി പറഞ്ഞെന്താ? എല്ലാവരുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കും, ഇരിക്കൂലേ? അപ്പിനെന്താ മടി? ഇപ്പൊ നോക്കിയാ ചില പാട്ടി ഓടിക്കാം. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കാറില്ല. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് നജസിലും ഇരിക്കും, നല്ല സ്ഥലത്തും ഇരിക്കും. അപ്പൊ നജസിലൊക്കെ ഇരിക്കുന്ന ഈച്ച വന്ന് എന്റെ ശരീരത്തിൽ ഇരിക്കുന്നത് അള്ളാഹിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇരിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു ഈച്ചയെ പോലും പ്രവാചകന്റെ ശരീരത്ത് വന്നിരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് കെട്ടിയ പെണ്ണിത് ചെയ്യുവോ നബിയെ? ഞാൻ വിശ്വസിക്കൂല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, അള്ളാഹ് പറഞ്ഞല്ലോ, അള്ളയാണല്ലോ പറഞ്ഞത് വസാഅ സബീല. ഇങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് ക്വാളിറ്റി കുറവാ അല്ലേ? അവരുടെ കുടുംബത്തിൽ അത്ര നല്ല പാരമ്പര്യമൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ അങ്ങളല്ല കെട്ടിയത്, അള്ള പറഞ്ഞിട്ടല്ലേ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച്. അപ്പൊ അള്ള ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്തൊരു പെണ്ണിനെ നിങ്ങൾക്ക് കെട്ടിച്ചു തരുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും ആയിഷ ബീവി അങ്ങനെ ചെയ്യില്ലെന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. മൂന്നാമതായി കടന്നു വന്നതാരാ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലിയേ, നിന്റെ അഭിപ്രായം എന്താണ്? ആയിഷ ബീവിയെ കുറിച്ച് നിനക്കെന്തേ പറയാനുള്ളത്? ആയിഷ ബീവി തെറ്റ് ചെയ്തെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ. കാരണം എന്തേ അലിയേ? കാരണം എന്തേ അലിയേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോ പെട്ടെന്ന് ചെരുപ്പൂരിയിട്ട് മാറ്റിയിടുകയാണ്. പെട്ടെന്ന് കാലിൽ കിടന്ന ചെരുപ്പെടുത്ത് വെളിയിൽ കൊണ്ടുവന്നിടുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ പെട്ടെന്ന് ചെരുപ്പെടുത്ത് വെളിയിൽ കൊണ്ടിട്ടത്? എന്തുകൊണ്ടാണ് കാലിൽ കിടന്ന ചെരുപ്പെടുത്ത് വെളിയിൽ കൊണ്ടുപോയിട്ടത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, അലിയേ, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ അടിയിൽ നജസിരിപ്പുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ അടിയിൽ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ട്, അത് വെളിയിൽ കൊണ്ടുപോയിട് നബിയേ എന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞത് കാരണമാണ് ഞാൻ ചെരുപ്പെടുത്ത് വെളിയിലിട്ടതെന്ന് മുത്തുനബി പറയുമ്പോ അലിയാർ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ അടിയിലിരിക്കുന്ന നജസ് പോലും അള്ളാന്റെ മലക്കുകൾ വന്ന് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അങ്ങയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ അടിയിലിരിക്കുന്ന നജസ് പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലെങ്കിൽ യാ റസൂലല്ലാഹ്, അങ്ങയുടെ അള്ളാഹു അങ്ങയ്ക്ക് തന്ന ഭാര്യ വ്യഭിചരിക്കുവോ നബിയേ? പാപം ചെയ്യുവോ നബിയേ? തെറ്റുകാരിയാകുമോ നബിയേ? ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ മുത്തുനബി ആരാണെന്ന് പഠിച്ചോ, അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് പഠിച്ചോ. സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന പുത്തൻവാദികളോട് അല്ലാഹുവിന്റെ റസൂൽ ആരെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ, ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വളരെ ക്ഷീണത്തോടുകൂടി ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു സുലൈമിന്റെ വീട്ടിലേക്ക് മുത്തുനബി കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. പ്രവാചകന് വല്ലാത്ത ക്ഷീണത്തിലാണ്. അത് കണ്ട ഉടനെ അവിടുന്ന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന് കിടന്നുറങ്ങാനുള്ള വിരിപ്പ് വിരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കിടന്നുറങ്ങാൻ അവിടുന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിരിപ്പ് തയ്യാറാക്കി കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, ലോകത്തിന്റെ നേതാവ് കിടക്കുകയാണ്. വല്ലാത്ത ക്ഷീണമാണല്ലോ. മുത്തുനബി അവിടെ കിടന്നുറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ കിടന്നു ഉറങ്ങുകയാണ്. ആരാണെന്ന് പഠിക്കോ മനുഷ്യ, കരളിന്റെ കഷ്ടം ആരാണെന്ന് പഠിക്കോ, നമ്മുടെ മുത്തുനബിയുടെ മഹത്വം എന്തെന്ന് പഠിക്കോ, ആ പ്രവാചകൻ ആരായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കൂ. റസൂലുള്ളാഹി തങ്ങൾ കിടന്നുറങ്ങുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടെ അടുത്ത് പോയിരിക്കുകയാണ്. വല്ലാതെ ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനുണ്ടല്ലോ. ഫസ്തൈഖല റസൂലുള്ളാഹ്, മുത്തുനബി ഞെട്ടി അങ്ങുണരുകയാണ്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഞെട്ടി ഉണരുമ്പോ അല്ലാഹ് കാണുന്ന
കാഴ്ച എന്തെന്നറിയോ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഒരു കുപ്പി എടുത്തുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഇരിക്കുകയാണ്. റസൂലുള്ളാഹി ഞെട്ടി ഉണർന്നിട്ട് ചോദിക്കുകയാ, എന്ത് ചെയ്യുകയാ? അവിടെന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, മാദാക തസ്തഈനു യാ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയുടെ മുന്നിൽ കുപ്പിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, നീ എന്ത് ചെയ്യുകയാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വീഴുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അതിങ്ങനെ കുപ്പിയിൽ ശേഖരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ആ വിയർപ്പ് തുള്ളികൾ ഉണ്ടല്ലോ, അതിങ്ങനെ കുപ്പിക്കകത്ത് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാ. മുത്തുനബി ചോദിക്കുന്നു, ഉമ്മു സുലൈം നീ എന്താ ചെയ്യുന്നത്? നീ എന്താണ് കാണിക്കുന്നത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യർജൂക. അവിടെന്ന് പറയുകയാ, യർജൂ ബർക്കതക യാ റസൂലല്ലാഹ്. ബർക്കത്തെടുക്കുകയാ നബിയേ, ബർക്കത്തെടുക്കുകയാ നബിയേ. മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് താഴെ വീടുന്ന വിയർപ്പ് തുള്ളികൾ അവിടെന്ന് കുപ്പിയിൽ ഇങ്ങനെ നിറയ്ക്കുകയാണ്. അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധം ഇതല്ലേ നബിയേ? ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധം ഈ വിയർപ്പ് തുള്ളികളല്ലേ നബിയേ? ഇതിനേക്കാളും സുഗന്ധമുള്ള എന്താ ഈ പ്രപഞ്ചത്തിലുള്ളത്? അങ്ങയുടെ വിയർപ്പ് തുള്ളിക്ക് എന്തൊരു സുഗന്ധമാ നബിയേ. ഞാൻ തേക്കുന്നത് ഇതാണ് നബിയേ. ഞാനും എന്റെ കുടുംബവും സുഗന്ധമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് താഴെ വീടുന്ന വിയർപ്പ് തുള്ളികളാ നബിയേ. യർജൂ ബർക്കതക യാ റസൂലല്ലാഹ്. ബർക്കത്തെടുക്കുകയാ നബിയേ. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഹാദാ ദവാഉ സിബിയാൻ. എന്റെ മക്കൾക്ക് രോഗം വന്നാൽ, എന്റെ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാ അവർക്ക് കൊടുക്കുന്ന മരുന്നാണ് നബിയേ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അവരുടെ രോഗം മാറ്റാൻ എന്റെ മക്കൾക്ക് കൊടുക്കുന്ന മരുന്നേതെന്നറിയോ? എന്റെ മക്കൾക്ക് കൊടുക്കുന്ന മരുന്നേതെന്നറിയോ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഈ വിയർപ്പ് തുള്ളികളാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ നേതാവാരെന്ന് മനസ്സിലായോ? അവിടുന്ന് ശരീരത്തിൽ നിന്ന് വീഴുന്ന വിയർപ്പ് തുള്ളിക്ക് പോലും വല്ലാത്ത സുഗന്ധമാ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഔറത്തുണ്ടല്ലോ, ലോകത്തിന്റെ നേതാവിന്റെ ഔറത്തുണ്ടല്ലോ, ലോകത്ത് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല.